ഒക്കെ ശരിയാവും ബ്രോ. നീ വിഷമിക്കണ്ട. എന്ത് ശരിയാവടാ എപ്പം നോക്കിയാലും നീ ഇറങ്ങണം. ശരിയാണ്, കാണാം, ഞാൻ വിളിക്കാം. സ്നേഹ പ്ലീസ് പറ, എന്ത് പറ്റിയ? അവന്റെ അടുത്ത് പറയല്ലോ, എന്റെ അടുത്ത് എന്താ പറയാത്തെ? ഞാൻ ആകെ വളരെ ടെൻഷനിലാണ് സ്നേഹ. എന്ത് പറ്റിയേ? ഈ ഫാമിലി, ഈ പ്രശ്നങ്ങളും, ഭാര്യ. ഇപ്പൊ ഞാൻ നേരത്തെ കണ്ട സീരീസ് പോലെ ആയല്ലോ ഈ പരിപാടി. എന്തിപ്പോ എന്റെ ജീവിതം സീരീസ് ഒന്നാണോ? ഇപ്പൊ ഞാൻ അടുത്തൊരു കണ്ട സീരീസ് ഉണ്ട്, അതിന്റെ പേര് മാസ്റ്റർ പീസ് എന്നാണ്. അതുപോലെ തന്നെയാണ് സുധിയുടെ ലൈഫ് എന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട് ആസ്പെക്ട്സ് എടുത്ത് നോക്കുമ്പോൾ അങ്ങനെ ഒന്നും തോന്നേണ്ട ആവശ്യമില്ല. എന്റെ ജീവിതം അവിടെ വഴക്കുണ്ടോ? വഴക്കുണ്ട്. ഭാര്യനോട് വഴക്കിടുന്നുണ്ടോ? ഓ, മൊത്തം. അയൽവക്കക്കാരൊന്നും ശല്യപ്പെടുത്തോ? എപ്പോഴും എപ്പോഴും. എനിക്ക് തോന്നുന്നില്ല സ്നേഹ, നമ്മുടെ ജീവിതവും വെബ് സീരീസും ഒക്കെ വ്യത്യാസമില്ലേ? വേറെ ഇതിലാണെന്ന് തോന്നുന്നു. ഇതും അതുപോലെ തന്നെയാ. അപ്പൊ എല്ലാ വീടുകളിലും നടക്കുന്ന പ്രശ്നമാണ് ആ മാസ്റ്റർ പീസ് എന്ന് പറയുന്നത്. എന്താ ഈ സംഭവം മാസ്റ്റർ പീസ്? മാസ്റ്റർ പീസ് കേട്ടിട്ടില്ല? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മാസ്റ്റർ പീസ് ഒക്ടോബറിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന 2023 റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് സീരീസ് ആണ്. കണ്ടിട്ടില്ല? വെരി ബാഡ്, യു ഹാവ് ടു ഗോ വാച്ച്. പക്ഷേ കാണുമ്പോൾ ഫാമിലിയുടെ കൂടെ ഇരുന്ന് തന്നെ കാണണം കേട്ടോ. അതിലൊരു പ്രത്യേകതയുണ്ട്. അതിലെ സ്റ്റാർ കാസ്റ്റിനെ കുറിച്ച് ഞാൻ ആദ്യം പറയട്ടെ. വിഷമാവൂ? സങ്കടത്തിലാണോ ഇരിക്കുന്നേ? പറഞ്ഞോട്ടെ. ഞാൻ സങ്കടത്തിൽ തന്നെയാ, പറഞ്ഞോ. ഇനി ഞാൻ കുറച്ച് സന്തോഷിപ്പിക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറയാം. ഷർഫുദ്ദീൻ, നിത്യ മേനോൻ, അതുപോലെ തന്നെ അടിപൊളിയായിട്ടുള്ളൊരു കാസ്റ്റാണ് ഇതിലുള്ളത്. എനിക്ക് ഏറ്റവും കൂടുതൽ സുധി ഈ ഒരു സിനിമയിൽ, ഈ ഒരു സീരീസിൽ ഇഷ്ടപ്പെട്ടുള്ള ഒരു കാര്യം എന്താണെന്നറിയോ? ഇവരെല്ലാവരും കൂടെ ഒരുമിപ്പിക്കുമ്പോൾ ആ ഒരു ഫാമിലിയുടെ, നമ്മൾ എപ്പോഴും പറയുന്ന ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു കാര്യമുണ്ട് സിനിമയിൽ, അതാണ് കാണിക്കുന്നത്. എപ്പോഴും നമ്മൾ വിചാരിക്കും ഫാമിലി എല്ലാവരും കൂടുമ്പോൾ സന്തോഷം മാത്രമാണ്. സന്തോഷം മാത്രമല്ല, കുറച്ച് സങ്കടങ്ങളും കുറച്ച് തല്ലുകളും അവിടെ ഉണ്ടാവും എന്നുള്ളത് ഈ ഒരു സീരീസിൽ കാണിക്കുന്നുണ്ട്. ആൻഡ് ശ്രീജിത്ത് എന്ന് പറഞ്ഞ ആളാണ് ഈ ഒരു സീരീസ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. ഒരു സർപ്രൈസിംഗ് ആയിട്ടുള്ള എലമെന്റ്. ഇപ്പൊ നമ്മൾ ഒരുപാട് സീരീസ് കാണുന്നില്ലേ? ഒരുപാട് സീരീസ് കാണുന്നുണ്ടായിരിക്കും. പക്ഷേ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ മലയാളം സീരീസ്, ദിസ് ഇസ് ദ ഫസ്റ്റ് മലയാളം സീരീസ്. യെസ്, അതും ഇത്രയും റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇവർ സംസാരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അത്ഭുതകരമായിട്ടുള്ള വേറൊരു കാര്യം. ഇപ്പൊ ഞാൻ ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സുധിയുടെ ലൈഫുമായിട്ട് എന്തുകൊണ്ടാണ് ഞാനൊരു സാമ്യമുണ്ടെന്ന് പറഞ്ഞതെന്നറിയോ? ഭാര്യയും ഭർത്താവും തമ്മിലുള്ള തല്ലാണ് ആദ്യം കാണിക്കുന്നത്. അതിനുശേഷം തല്ലിനെ പറ്റി പറയല്ലേ? ഓർക്കുന്നുണ്ടല്ലേ കഴിഞ്ഞ രാത്രിയിൽ നടന്ന തല്ലുകളൊക്കെ? പറയണ്ട, സോറി, റിയലി സോറി. അതിനുശേഷം ഇന്നലെ ഞാൻ ഇപ്പോൾ സുധിയുടെ ലൈഫിലേക്ക് പോയി തുടങ്ങി. ഐ എം റിയലി സോറി. ആൻഡ് ഇവരുടെ ഫാമിലി വരുമ്പോൾ പ്രശ്നങ്ങൾ വലിച്ചു നീട്ടുന്നു. ചെറിയ പ്രശ്നങ്ങളായിരിക്കും, അതിൽ രണ്ടുപേരും തമ്മിൽ തീർക്കേണ്ട കാര്യങ്ങൾ ഫാമിലിയൊക്കെ കൂടിയിട്ട് പ്രശ്നങ്ങൾ കൂട്ടുന്നു എന്നുള്ളതാണ് ഇതിലെ ഒരു ത്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ സ്നേഹ മാസ്റ്റർ പീസിലെ വില്ലൻസ് ഫാമിലിയാണ്, എല്ലാ നെയ്ബേഴ്സാണ്. ഹീറോസും വില്ലൻസും സെയിം ആണ്. ലൈഫിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നമ്മൾ വില്ലൻസും ഹീറോസും നമ്മൾ തന്നെയാണെന്ന് തോന്നിയിട്ടുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അപ്പോൾ സ്നേഹ, അപ്പം ഞാനും എൻ്റെ ഭാര്യ വഴക്കൂടുന്നത് നെയ്ബേഴ്സ് ആയ കാരണമാണ്? അതെയോ? എനിക്ക് എന്തായാലും സീരിയസ് കാണട്ടോ. ഞാൻ ആരോടാ പറയണേ? എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ പോലെ എനിക്ക് തോന്നുന്നു. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. ഈ സീരീസിനെ കുറിച്ച് അടിപൊളിയായിട്ടുള്ള റിവ്യൂസ് ആണ് ഞാൻ കണ്ടിട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സീരീസാണ്. ഡെഫിനറ്റ്ലി ഹോട്ട്സ്റ്റാറിൽ നിങ്ങൾ പോയി കാണണം. നമുക്ക് എല്ലാവർക്കും റെലവെൻ്റ് ആയിട്ട് തോന്നുന്ന ഇതിലെ പാട്ടുകളായിക്കോട്ടെ, ഇതിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിക്കോട്ടെ, ബിജിബാലാണ് ചെയ്തിട്ടുള്ളത്. വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഷർഫുദ്ദീൻ, നിത്യ മേനോൻ എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ തന്നെ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അത് കാണുമ്പോൾ തന്നെ എന്താ പറയുക, ഒരു പുതുമ നമുക്കിതിൽ തോന്നുന്നുണ്ട്. ആൻഡ് ഇവർ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള കളർ പാറ്റേൺസ് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. നമുക്ക് എപ്പോഴും സിനിമാസിൽ കാണുമ്പോൾ ഒരു ബ്രൈറ്റ്നെസ് തോന്നില്ലേ? ദ വേ ദേ ഹാവ് ആർട്ട് ഇവർ ചെയ്തിട്ടുള്ളത് നല്ല രസമായിട്ട്. ആരോ ഏതോ ഒരു പെണ്ണ് ഇനി ഭാര്യയുടെ ആയിട്ട് തല്ലുണ്ടാക്കിയാണ്, ഇത് പറയണ്ട. ഇനി വെറുതെ അല്ല തല്ലുണ്ടാക്കണം, പറയുന്നു മഞ്ജു വെറുതെ അല്ല ഭാര്യനായിട്ട് ഇത് തല്ലുണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഇവിടെ വിഷമിച്ച് വന്നിരിക്കുന്നത് അല്ലേ. എനിവേസ്, അത് മനോഹരമായിട്ടുള്ള ഒരു സീരീസാണ്. ഡു വാച്ച് ഇറ്റ് ഓൺ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ. മറക്കാതെ എന്തായാലും കാണണം. എന്തായാലും സ്തുതി ഇന്ന് ഭാര്യയുമായിട്ട് കാണുന്നതായിരിക്കും. ഭാര്യയുമായിട്ട് തന്നെ കാണണോ? അതന്നെ കാണണം, എന്നാലാണ് നിങ്ങൾക്ക് അതിൻ്റെ. ഞാൻ ഇത്ര നേരം വെറുതെയാണോ പറഞ്ഞോണ്ടിരിക്കുക? ആർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞോണ്ടിരുന്നത്? അല്ല, ഭാര്യമാരും ശരിക്കും കാണണം.
ഓക്കെ ഓക്കെ നിങ്ങളും കാണില്ലേ? ഓൾറൈറ്റ്, നമുക്ക് ഒരു അടിപൊളി ഞാനൊരു സജഷനുമായിട്ട് ഐ വിൽ ബി ബാക്ക് ഓൺ. We will be back on weekly pick. Until then, stay tuned. Bye-bye. And follow Radio City Malayalam. കൂടുതൽ പുതുമയുള്ള വീഡിയോകൾക്കായി റേഡിയോ സിറ്റി മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ.